വെൺമണി ശാർങ്ങക്കാവ് പാലം അപ്രോച്ച് റോഡിന്റെ നിർമ്മാണം ഉടൻ ആരംഭിക്കണമെന്ന ആവശ്യം ശക്തം. പാലത്തിന്റെ നിർമ്മാണം 1.5 വർഷം മുൻപേ പൂർത്തീകരിച്ചെങ്കിലും അപ്രോച്ച് റോഡിന്റെ നിർമ്മാണം തടസ്സപ്പെട്ടിരിക്കുകയാണ്. ചെങ്ങന്നൂർ താലൂക്കിലെ വെൺമണി ശാർങ്ങക്കാവിനെയും മാവേലിക്കര താലൂക്കിലെ നൂർനാട് പഞ്ചായത്തിലെ ആറ്റുവയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ശാർങ്ങക്കാവ് പാലത്തിന്റെ മുടങ്ങിക്കിടക്കുന്ന അപ്രോച്ച് റോഡിന്റെ നിർമ്മാണം എത്രയും വേഗം പുനരാരംഭിക്കണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത്. 2018 പ്രളയത്തിലാണ് ഇവിടെ നിലവിലുണ്ടായിരുന്ന ഓട്ടോ ബ്രിഡ്ജ് തകർന്നത്. പിന്നീട് 2019 ഇവിടെ പുതിയ പാലം അനുവദിക്കുകയും പാലം നിർമ്മാണത്തിന്റെ ഉദ്ഘാടനം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് 2020 നിർവഹിക്കുകയും ചെയ്തു. 12.5 കോടി രൂപയാണ് ഫണ്ട് അനുവദിച്ചിരുന്നത്. പാലത്തിന്റെ പണി 1.5 വർഷം മുൻപ് പൂർത്തീകരിച്ചെങ്കിലും ഇതിന്റെ അപ്രോച്ച് റോഡിന്റെ നിർമ്മാണം തടസ്സപ്പെട്ടിരിക്കുകയാണ്. പാലത്തിന്റെ അപ്രോച്ച് റോഡിനായി ഇരുകരകളിലുമായി 41 സെന്റ് ഭൂമിയാണ് ഏറ്റെടുത്തിരിക്കുന്നത്. ഇവിടെ ഭൂമിക്ക് 1 സെന്റിന് 1.5 ലക്ഷം രൂപ മാത്രമുള്ളപ്പോൾ ഏറ്റെടുത്തിരിക്കുന്ന ഭൂമിക്ക് സർക്കാർ നഷ്ടപരിഹാരമായി നിശ്ചയിച്ചിരിക്കുന്നത് 7.25 ലക്ഷം രൂപയാണ്. ഇത് ചില ഉന്നത ഇടപെടൽ മൂലമാണെന്ന് നൂർനാട് പഞ്ചായത്ത് ആറ്റുവ വാർഡ് അംഗം അഡ്വക്കേറ്റ് K അനൂപ് പറഞ്ഞു. ഞാൻ അഡ്വക്കേറ്റ് K അനൂപ്, ഈ പാലം വന്നു നിൽക്കുന്ന ശാർങ്ങക്കാവ് പാലത്തിന്റെ ഈ വാർഡിന്റെ മെമ്പറാണ്. 2007 ഉണ്ടായിരുന്ന ഓട്ടോ ബ്രിഡ്ജ് 2018 പ്രളയത്തിൽ തകർന്നു പോയി. അതിനെ തുടർന്ന് അനുവദിച്ച ഈ പാലത്തിന്റെ പണി ഇന്നും പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല. 2019 ആരംഭിച്ചതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ പാലത്തിന്റെ പണി ഏതാണ്ട് 1.5 വർഷക്കാലം മുമ്പ് യഥാർത്ഥത്തിൽ നദിക്ക് കുറുകെയുള്ള പാലത്തിന്റെ പണി കഴിഞ്ഞു. അതിനുശേഷമുള്ള അപ്രോച്ച് റോഡിന്റെ ഭാഗത്തേക്കുള്ള പണിയാണ് നടക്കാത്തത്. ഈ പാലത്തിന്റെ പണി നടക്കാത്തത് കൊണ്ട് ഈ ഭാഗത്തുള്ള ആൾക്കാർക്ക് അടുത്ത കരയിലേക്ക് പോകണമെങ്കിൽ 7 കിലോമീറ്റർ യാത്ര ചെയ്യണം. ഇന്ന് ശാർങ്ങക്കാവ് നമ്മൾ അങ്ങേ കരയിൽ കാണുന്നു, അവിടേക്ക് പോകണമെങ്കിൽ 7 കിലോമീറ്റർ ആണ് നമ്മൾ യാത്ര ചെയ്യേണ്ടത്. ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് ഒരാൾ പോകണമെങ്കിൽ അത്രയും കറങ്ങി പോകണം. ഇത് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് എളുപ്പം പോകാമായിരുന്നു. ചെങ്ങന്നൂരേക്ക് 10 കിലോമീറ്ററേ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ദൂരം കുറയ്ക്കാനും ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് യാത്ര ചെയ്യാനുള്ള ഈ പാലത്തിന്റെ പണി അടിയന്തരമായി പൂർത്തീകരിക്കണം. നിലവിൽ ഈ പാലത്തിന്റെ ഈ അപ്രോച്ച് റോഡിന്റെ പണിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതാണ്ട് 41 സെന്റ് വസ്തു ആണ് ഏറ്റെടുത്തിട്ടുള്ളത്. അതിന് ഇവിടെ സെന്റിന് ഏതാണ്ട് 1.5 ലക്ഷം രൂപ വിലയുള്ള ഈ പ്രദേശത്ത് 7.5 ലക്ഷം രൂപയാണ് സെന്റിന് നഷ്ടപരിഹാരമായി ഗവൺമെന്റ് കൊടുക്കുന്നത്. അതിന് വലിയ അപാകതകളും വലിയ കൂടിയാലോചനകളും അഴിമതിയുമുണ്ട്. അപ്പോൾ ചില സ്വകാര്യ വ്യക്തികൾക്ക് ഇത് നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്രയും തുക വർദ്ധിപ്പിക്കുകയും അതിനാവശ്യമായ തുക പാലം നിർമ്മാണത്തിൽ ആദ്യം വെച്ച 12.5 കോടിയിൽ ഇല്ലാത്തത് കൊണ്ട് വീണ്ടും ഏതാണ്ട് 2.5 കോടിക്ക് 3 കോടിക്ക് അടുത്ത് വെച്ച് 15.57 ലക്ഷം രൂപയാണ് ഇതുവരെ ഈ പാലത്തിന്റെ മുഴുവൻ കാര്യങ്ങൾക്ക് വേണ്ടി അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. ആ തുക ചില സ്വകാര്യ വ്യക്തികൾക്ക്, സ്വകാര്യ മാഫിയകൾക്ക് ലഭിക്കുന്ന രീതിയിലാണ് നിർമ്മാണം ചെയ്തു വെച്ചിട്ടുള്ളത്. എന്നാൽ ഈ പാലത്തിന്റെ അങ്ങേക്കരയിലുള്ള ചില പാവപ്പെട്ടവരുണ്ട്. അവർക്ക് യഥാർത്ഥത്തിൽ ആവശ്യമായ പൈസ കിട്ടുന്നുമില്ല, കാരണം വസ്തു കുറവാണ് അവരുടേത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനം തടസ്സപ്പെട്ടത്. കഴിഞ്ഞ വിഷുവിന് മുമ്പ് ഇതിന്റെ പണി പൂർത്തീകരിക്കാൻ സൂചിപ്പിച്ചിരുന്നു. ഇന്ന് അടുത്ത വിഷുവായി, എങ്ങനെ ആൾക്കാർ കടന്നു പോകും? അവർക്ക് താൽക്കാലികമായി പോകുവാൻ വേണ്ടി ചെറിയ സൗകര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പക്ഷെ പൂർണ്ണമായി പാലത്തിലൂടെ ആൾക്കാർക്ക് യാത്ര ചെയ്യുന്നുള്ള സംവിധാനം ചെയ്തിട്ടില്ല. അടിയന്തരമായി പ്രശ്നം പരിഹരിച്ചുകൊണ്ട് ഇതിന്റെ കാര്യങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് ഈ പാലത്തിന്റെ പണി നടക്കണം. അതുപോലെ ഈ റോഡിന്റെ അലൈൻമെന്റ്, ഈ പാലം ഇറങ്ങി വരുന്ന ഭാഗത്തെ അലൈൻമെന്റുമായി ബന്ധപ്പെട്ട് പരാതിയുണ്ട്. ഇവിടുത്തെ ചില വീട്ടുകാർക്ക് തടസ്സപ്പെടുത്തുന്ന രീതിയിലാണ് ഈ അലൈൻമെന്റ് കയറി വന്നിട്ടുള്ളത്. അവരുടെയൊക്കെ ഒരു വിഷമവും അവരുടെയൊക്കെ കാര്യങ്ങളും പരിഹരിച്ചുകൊണ്ട് അലൈൻമെന്റിലൊക്കെ ആവശ്യമായ ഭേദഗതി വരുത്തിക്കൊണ്ട് വേണം ഇതിന്റെ അപ്രോച്ച് റോഡിന്റെ പണി പൂർത്തീകരിക്കാൻ. അതുകൂടി പ്രത്യേകമായി ശ്രദ്ധിക്കണം. എത്രയും വേഗം പണി പൂർത്തീകരിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. അതോടൊപ്പം തന്നെ ഇതിലെ വസ്തുവുമായി ബന്ധപ്പെട്ടുള്ള അഴിമതിയെക്കുറിച്ച് ഒരു അന്വേഷണം ഉണ്ടാകുകയും വേണം. ഏറ്റെടുത്ത ഭൂമിക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ അനുവദിച്ച ഫണ്ട് തികയാതെ വന്നപ്പോൾ 2.5 കോടി രൂപയും കൂടി അനുവദിച്ചിട്ടുണ്ട്. ഈ പാലം പണി പൂർത്തീകരിക്കാത്തതിനാൽ 7 കിലോമീറ്ററിലധികം സഞ്ചരിച്ചു വേണം അക്കരെ എത്താൻ. വിഷു ഉത്സവത്തിന് ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളാണ് ഉത്സവം കാണാനായും നടീൽ വസ്തു മേടിക്കാനായും ഇവിടെ എത്തുന്നത്. പാലത്തിന്റെ നിർമ്മാണം പൂർത്തീകരിക്കാത്തത് മൂലം ഈ വിഷു ഉത്സവത്തിനും ആറ്റുവയിലുള്ള ഭക്തജനങ്ങൾ കിലോമീറ്റർ സഞ്ചരിച്ചു വേണം ഇവിടെ എത്താൻ. ഇതിനു പരിഹാരമായി വിഷുവിന് മുൻപ് കാൽനട യാത്രക്കാർക്കായി പാലം തുറന്നു കൊടുക്കണമെന്നാണ് അധികൃതർ പറയുന്നതെങ്കിലും നിലവിലെ പാലത്തിന്റെ ആറ്റുവ ഭാഗത്തെ അപ്രോച്ച് റോഡിന്റെ അലൈൻമെന്റിൽ മാറ്റം വരുത്തിയതിൽ പ്രശ്നങ്ങൾ പരിഹരിച്ച് അവിടുത്തെ വീട്ടുകാരുടെ ഭയാശങ്ക മാറ്റി എത്രയും വേഗം പണി പുനരാരംഭിച്ചില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾ നടത്തുമെന്നും വാർഡംഗം അഡ്വക്കേറ്റ് K അനൂപ് പറഞ്ഞു. പാലത്തിന്റെ പണി പൂർത്തീകരിച്ചിട്ട് 1.5 വർഷത്തോളമായി. എന്നാൽ പാലത്തിന്റെ അപ്രോച്ച് റോഡിന്റെ നിർമ്മാണം തടസ്സപ്പെട്ടു. റോഡിന്റെ അലൈൻമെന്റിൽ മാറ്റം വരുത്തി ജനങ്ങളുടെ ആശങ്കകൾ പരിഹരിച്ച് എത്രയും വേഗം പാലം ജനങ്ങൾക്കായി തുറന്നു കൊടുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, ചെങ്ങന്നൂർ.